നമസ്കാരം. ധനുസ് പി.എസ്. ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ 80/2022 +2 ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മൈത്രിയാണ്. മൈത്രിയാണ് അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം. മൈത്രിയാണ്. മൈത്രി അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി ആകുന്നു. അടുത്തത്, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആൻസർ അമേരിക്കൻ. കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ. അമേരിക്കൻ. അടുത്തത്, ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? ആൻസർ റൗലറ്റ് നിയമം. ഈ ചോദ്യങ്ങളുടെ ഉത്തരമെന്ന് പറഞ്ഞത് ഫൈനൽ ആൻസർ കീ കേരള PSC പ്രസിദ്ധീകരിച്ച ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSC അംഗീകരിച്ച ഫൈനൽ ആൻസേഴ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി ആ ചോദ്യങ്ങൾ. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രിയാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നത്? ആൻസർ നുബ്ര നദി. അടുത്തത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം പശ്ചിമ ബംഗാൾ. അടുത്തത്, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായ്. ചോദ്യം ഒന്നുകൂടി. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിൽ നിന്നും ഉത്ഭവിക്കുന്നത്? നുബ്ര നദി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ആൻസർ വിദൂര സംവേദനം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബാബ ബുദാൻ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? ബാബ ബുദാൻ. നെക്സ്റ്റ് വൺ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ആൻസർ കെ എം പണിക്കർ. ചോദ്യങ്ങൾ ഒന്നുകൂടി.
ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ആൻസർ വിദൂര സംവേദനം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ച പ്രദേശം ഏതാണ്? ബാബ ബുദാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ആൻസർ KM പണിക്കർ. നെക്സ്റ്റ് വൺ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? FPTP സമ്പ്രദായം. FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. നെക്സ്റ്റ് വൺ, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? ആൻസർ MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മീസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപകൻ. മീസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ അല്ലെങ്കിൽ MNFൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ലാൽ ഡെങ്ക. ലാൽ ഡെങ്ക. ചോദ്യം ഒന്നുകൂടി, 2005 നിലവിൽ വന്ന വിവരാവകാശ കമ്മീഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന? ആൻസർ MKSS. മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപകൻ? ആൻസർ ലാൽ ഡെങ്ക. നെക്സ്റ്റ് വൺ, ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ആൻസർ ഓപ്ഷൻ ബി, പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. നശിപ്പിക്കാതെ വീണ്ടും ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവ എല്ലാം. അതായത് ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്, ഇത് മൂന്നും അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങളാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, കേശവാനന്ദ ഭാരതി കേസ് അതിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായി സുപ്രീം കോടതി വിധിച്ചു. അതിൽ അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ്? ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്റും. ഇത് മൂന്നും അംഗീകരിക്കപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളാണ്, അടിസ്ഥാന തത്വങ്ങളാണ്. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ് ഇല്ല. നെക്സ്റ്റ് വൺ, മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് നൽകുന്ന അധികാരം? ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ 226, അനുച്ഛേദം 226 ടു ഹൈക്കോർട്ട്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ അനുച്ഛേദം 32. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? 1 വിദ്യാഭ്യാസം, 2 ജയിൽ, 3 വനം, 4 ബാങ്കിങ്. ഇതിൽ എയും ബിയും സിയും ഏതൊക്കെ വരുന്നു? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, ജയിൽ എന്നിവ. വനം, വിദ്യാഭ്യാസവും വനവും. ആൻസർ ഓപ്ഷൻ സി ആണ്.
വിദ്യാഭ്യാസം, വനം എന്നിവ രണ്ടും എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി. മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് അധികാരം കൊടുക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? എത്രാം നമ്പർ അനുച്ഛേദം? ആൻസർ 226 നമ്പർ അനുച്ഛേദം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ ഏതാണ്? 32. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം എന്നിവ. നെക്സ്റ്റ് വൺ, ആയിരത്തി 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധ്യത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണം എന്ന വാക്കിവിടെയുണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പണനയ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പണനയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുന്നു. അടുത്തത്, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. അടുത്തത്, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്നും ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങുന്നു. ആൻസർ നമുക്ക് 1ഉം 3ആമത്തതും ശരികളാണ്. 1ആമത്തതും 3ആമത്തതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ B ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ പണനയം. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ എന്തൊക്കെയാണ്? ധനനയം, ഫിസ്ക്കൽ പോളിസി. ഒന്നാമത്തത്, പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചിലവുകൾ കൂട്ടുന്നു. 2, പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. അടുത്തത്, പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ഇതിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ C, A മാത്രമാണ് തെറ്റ്. അതായത് പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചിലവ് കൂട്ടുന്നുള്ള തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതി മൊത്തം ധനക്കമ്മി ഈക്വൽ ടു മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. അടുത്ത, നീതി ആയോഗ് ഈക്വൽ ടു ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ സമിതിയുടെ പിൻഗാമി. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. ഇത് ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ B, 3 ശരിയായ ജോഡിയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നിയമം ആനുപാതിക നികുതി. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതിക്ക് തുല്യമാണ്. മൊത്തം ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനമാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണ സമിതിയുടെ പിൻഗാമിയാണ്. എല്ലാം ശരിയായ ജോഡികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് എന്ത്? ആൻസർ ഓപ്ഷൻ C, പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നു. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ചുണ്ടേൽ. ചുണ്ടേൽ, വയനാട്. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ. ശരിക്കും ആ ഹോർമോൺ എന്തിനു വേണ്ടിയുള്ളതാണ്? അവിടെ എന്താണ്? വൃക്കകൾ ചുവന്ന രക്താണുക്കളെ, അരുണ രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണെന്ത്? എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ, എറിത്രോസൈറ്റ്, RBC, എറിത്രോസൈറ്റുകൾ അല്ലെങ്കിൽ RBC, എറിത്രോപോയറ്റിൻ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹോർമോണിൻ്റെ ധർമ്മം. അടുത്തത്, മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ സ്നേഹപൂർവം. 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 താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സാർസ് രോഗം. സാർസ് രോഗം. ആന്ത്രാക്സ് ബാക്ടീരിയ ആണ് പരത്തുന്നത്. ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഒരു ഭൂമി മാത്രം. ഒരു ഭൂമി മാത്രം. നെക്സ്റ്റ് വൺ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, 373 കെൽവിൻ. 373 കെൽവിൻ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി സ്ഥിതി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി, 0 ആണ്. ഓപ്ഷൻ ഡി, 0 ആണ്. അടുത്തത്, ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതാണ്? ആൻസർ കിലോഗ്രാം. ആൻസർ കിലോഗ്രാം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹാർഡ് ഡിസ്ക് ആണ്. സെക്കൻഡറി മെമ്മറി ഹാർഡ് ഡിസ്ക്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംബ്. ആൻസർ എക്സലും ജിംബുമാണ്. ആൻസർ ഓപ്ഷൻ സി, എക്സൽ ആൻഡ് ജിംബ്. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നു. ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നു. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? സെർച്ച് എഞ്ചിൻ ഏതാണ്?
ആൻസർ ഗൂഗിൾ. ഗൂഗിളാണ് ഇവിടെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? ഐഡൻറ്റിറ്റി മോഷണം തിരിച്ചറിയുന്നത് അല്ലേ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മോഷണം നടക്കുന്നത് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ തടയുന്ന, അതിനെ തടയാൻ പറ്റുന്ന IT ആക്ട് ഏതാണ്? IT ആക്ട് ഏതാണ്? IT ആക്ട് 66C ആണ്. IT ആക്ട് 66C ആണ്. IT ആക്ട് 66C ആണ് ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്ന സംഭവം. നെക്സ്റ്റ് വൺ, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തത് 1981 സ്ഥാപിതമായി. രണ്ടാമത്തത് 1979 സ്ഥാപിതമായി. മൂന്നാമത്തത് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം P. നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കൂനനാണ്. നാലാമത്തത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെ പറയാം? 1ഉം 4ഉമാണ് നമ്മുടെ ആൻസർ. ആൻസർ ഓപ്ഷൻ എ. അതായത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 സ്ഥാപിതമായി. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 സ്ഥാപിതമായി. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കോമൺവെൽത്ത് ഗെയിംസ്. ഒന്നാമത്തെ പ്രസ്താവന, 1940 ആണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. 2, 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആതിഥേയത്വം വഹിച്ചു. 3, 22 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ നടക്കും. 42 കോമൺവെൽത്ത് ഗെയിംസ് അല്ലെങ്കിൽ എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ടത്. ഇതിൽ അനുയോജ്യ ഉത്തരം ഏതൊക്കെയാണ്? ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ നടന്നു. ഓക്കെ. അടുത്തത്, തന്നിരിക്കുന്ന പട്ടികയുടെ ചേരുംപടി ചേർക്കുക. ഓക്കെ. പടയണി, തെയ്യം, മുടിയേറ്റ്, കൂടിയാട്ടം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. പടയണി എന്ന് പറയുന്നത് തപ്പ്. പടയണി തപ്പാണ്. തെയ്യം തോറ്റം പാട്ടുകൾ. മുടിയേറ്റ് കാളി ദാരിക പുരാവൃത്തം. കൂടിയാട്ടം സംസ്കൃത നാടകം. പടയണി തപ്പ്. തെയ്യം തോറ്റം പാട്ടുകൾ. മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തം. കൂടിയാട്ടം സംസ്കൃത നാടകം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം എഴുതുക. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്, ശരി ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1ാമത്തതും 4ാമത്തതും മാത്രമാണ്. ഓക്കെ. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്കാധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിലാവെളിച്ചം.
ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിലാവെളിച്ചം. അടുത്ത ക്വസ്റ്റ്യൻ, ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആശാൻ കവിതയെ ബന്ധപ്പെട്ട പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആശാൻ കവിതകൾ, സ്ത്രോത്രകൃതികൾ, പിങ്കള, അതുപോലെ ഖണ്ഡകാവ്യങ്ങൾ. സ്ത്രോത്രകൃതികളും പിങ്കള, ഖണ്ഡകാവ്യങ്ങൾ എന്നിവ ആശാൻ കവിതകളാണ്. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? ആൻസർ ഏതൊക്കെയാണ്? മിലാൻ, അതുപോലെ കോർട്ടിന ഡി ആംബസോ. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളാണ് മിലാൻ, കോർട്ടിന ഡി ആംബസോ. 26 ഉണ്ടല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന 2 പട്ടികയിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. സലിമ മുഗൻ സൻഗ അത് വനിതാ ഫുട്ബോൾ റഫറി ആയിരുന്നു. സലിമ മുഗൻ സൻഗ. ശാന്തിശ്രീ ധൂലിപ്പൊടി പണ്ഡിറ്റ് അതും JNU വൈസ് ചാൻസലർ. അസിമ ചാറ്റർജി ഒരു വനിതാ ശാസ്ത്രജ്ഞയായിരുന്നു. മീരാഭായ് ചാനു ഒളിമ്പിക് മെഡൽ നേടിയ ആളാണ്. ഒന്നുകൂടി, സലിമ മുഗൻ സൻഗ വനിതാ ഫുട്ബോൾ റഫറി. ശാന്തിശ്രീ ധൂലിപ്പൊടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലർ. അസിമ ചാറ്റർജി വനിതാ സയൻറ്റിസ്റ്റ്. മീരാഭായ് ചാനു ഒളിമ്പിക്സ് മെഡൽ. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ആൻസർ നമുക്ക് പറയാം. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. 1ഉം 3ഉമാണ് ശരി. 21 എന്താണ്? കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് ആയിരുന്നു. ഗ്ലാസ്ഗോ COP26 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണെന്നുള്ളതാണ്. ഇവിടെ ആൻസർ എന്തായാലും ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെ. ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം പ്ലീസ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? വല്ലങ്കി താളം എന്ന കൃതി അല്ലെങ്കിൽ അതെന്താണ്, ഏതെന്നൊക്കെയുള്ള ചോദ്യം. ആൻസർ എന്താണ്? 1ഉം 3ഉം ശരി. അതായത് ഗോരട്ടി വെങ്കണ്ണ അതൊരു കവിതയാണ്. നെക്സ്റ്റ് മാത്സ് ഞാൻ അത്ര സ്കിപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ്. ഹാഡ് ഹി ഗോട്ട് an opportunity, he dash a film. Will direct, would direct, would have directed, direct. He had got an opportunity, he dash a film. അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ് 3ാമത്തത് അല്ലേ. would have directed. had he got an opportunity കിട്ടിയായിരുന്നെങ്കിൽ he would have directed a film ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. അടുത്തത്, നോബഡി കോണ്ടാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിഡ് ദേ. നോബഡി വന്നാൽ ദേ ആണെന്നുള്ളതാണ് അല്ലേ. നോബഡി നോട്ട് വേണപ്പോൾ നോട്ട് വേണ്ട എന്നുണ്ട്. കോണ്ടാക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡ് ഫോം ആണ്, അതുകൊണ്ട് നമ്മൾ ഡിഡ് ചേർത്തു. അപ്പോൾ ഡിഡ് ദേ വന്നു അല്ലേ. സിമ്പിളായ ചോദ്യം. The film show starts every day at 8 p.m. sharp, but today it doesn't begin. എല്ലാ ദിവസവും 8 p.m. സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഇന്നത് ഉണ്ടായില്ല അല്ലേ. ബിഗിൻ ഡാഷ് എന്നാണ് ഇവിടെ.
ഡിഡിൻ ബിഗിൻ ഡാഷ്. ഓൺ ടൈം ആണോ അറ്റ് ടൈം ആണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ഓൺ ടൈം. ബട്ട് ടുഡേ ഇറ്റ് ഡിഡിൻറ്റ് ബിഗിൻ ഓൺ ടൈം. നെക്സ്റ്റ് വൺ, മെനി എ മാൻ ഡാഷ് ആർഗ്യൂഡ് മീ ടു quit this job. Many a man has argued me to quit this job. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് ഓർ സെൻറ്റൻസസ് ദാറ്റ് ഈസ് ഓർ ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ആൻസർ പറയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റായ സാധനം എന്നുള്ളത്. ദിസ് എന്താണ്, ഫൈനൽ കീ പ്രകാരമാണ് നമ്മളിവിടെ ആൻസേഴ്സ് പറയുന്നതോടുകൂടി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫൈനൽ ആൻസർ കീ കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് പറയുന്നത്. പബ്ലിക്കലി അത് അക്സെപ്റ്റഡ് ആണ് എല്ലാവരും. യു ആർ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സമ്മർ ഈസ് ദ സീസൺ ഡാഷ് ഓൾ ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത് അപ്പിയർ അറ്റ് ദെയർ വേഴ്സ്റ്റ്. സമ്മർ ഇസ് ദ സീസൺ അല്ലേ? വെയർ, വൈ, വെൻ, വിച്ച് അത് ചേർക്കാനുള്ള ചോദ്യമാണ്. വെൻ. ഓക്കെ, ആൻസർ ഇക്വൽ ടു വെൻ. സമ്മർ ഈസ് ദ സീസൺ വെൻ ഓൾ ക്രിയേച്ചേഴ്സ് ഓഫ് എർത്ത് അപ്പിയർ അറ്റ് ദി വേഴ്സ്റ്റ്. സമ്മർ സീസൺ എല്ലാവർക്കും ഒരു മോശപ്പെട്ട കാലാവസ്ഥ എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിൻസ് ഹാഡ് മെയ്ഡ് ഇൻന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിംഗ് യൂണിവേഴ്സ്. സ്റ്റീഫൻ ഹോക്കിൻസ് കുറേ അധികം സ്റ്റഡീസ്, ഇൻന്യൂമറബിൾ, കൗണ്ട്ലെസ് ആയ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എന്തിനെപ്പറ്റി? റിഗാർഡിംഗ് ഡാഷ് യൂണിവേഴ്സ്. അല്ലേ, യൂണിവേഴ്സിൻ്റെ മുന്നിൽ ആനാണോ ദേ ആണോ അല്ലെങ്കിൽ എ ആണോ എന്നുള്ളത് നോക്കണം അല്ലേ. ആൻസർ ഗോസ് ടു അല്ലേ, ആൻസർ ദ യൂണിവേഴ്സ് ആണ്. ദ യൂണിവേഴ്സ്, റിഗാർഡിംഗ് ദ യൂണിവേഴ്സ്. ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് എ ഡാഷ് സെൻറ്റൻസ്. അതായത് ഓവിങ് ടു ലേസിനെസ് ഹി കുഡ്നിറ്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. ഒരു കോമയൊക്കെ ഇടയ്ക്കുണ്ട് അല്ലേ. ലേസിനെസ് ആയതുകൊണ്ട് അവനത് എൻ്റെ ഡ്രീംസ് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ആൻസർ പ്രകാരം സിമ്പിൾ സെൻറ്റൻസ് ആണ്. രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹി പ്രിഫേഴ്സ് റീഡിംഗ് ടു ഡാഷ്. ഏതാണ് പ്രിഫർ ചെയ്യുന്നുള്ളതാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഏതാണ്? റീഡിംഗ് ടു റൈറ്റിംഗ്. റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ പ്രിഫർ ചെയ്യുക, മുൻപന്തിയിൽ നിൽക്കുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്നത്. ചേഞ്ച് ദ വോയിസ്, സമ്മൺ ഹാസ് ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ്. അതിനെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ അതിൽ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഇതാണ്. മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സമ്മൺ അല്ലേ. മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സമ്മൺ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഓർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ റൈറ്റ് സ്പെല്ലിംഗ്. റൈറ്റ് സ്പെല്ലിംഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഓൺലി 1 ഉം 4 അല്ലേ. ഡബിറ്റ്, അതുപോലെ തന്നെ കനോസിയർ, CONNOISSEUR, കനോസിയർ എന്നുള്ളതും റൈറ്റ് സ്പെല്ലിംഗ്. DEBUT, ഡൗട്ട് എന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ഹാവ് ആൻ ആക്സ് ടു ഗ്രിൻഡ്? ഹാവ് ആൻ ആക്സ് ടു ഗ്രിൻഡ്. ആൻസർ, ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ostensibly. ആൻസർ ഓപ്ഷൻ ഡി വരാം, apparently. എ valedictorian ഈസ് വൺ വേർഡ് എഴുതാം അല്ലേ. എന്താണെന്നുള്ളതാണ്, 1 വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഹൂ ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത്. ഹൂ ഈസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത്. അതാണ് valedictorian. ആങ്ഷ്യസ് അബൌട്ട്, ഒരുപാട് ഹെൽത്തിനെ കുറിച്ച് ഒരുപാടധികം ആകാംക്ഷയുണ്ട്. അടുത്തത്, വിച്ച് ഓർ വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻറ്റോണിം ഓഫ് എക്സ്ട്രാവഗൻറ്റ്. എക്സ്ട്രാവഗൻറ്റിൻ്റെ ആൻറ്റോണിമായി യൂസ് ചെയ്യാൻ പറ്റിയത് ഏതാണ്? ഏതൊക്കെയാണ്? ഫ്രൂഗൽ, അതുപോലെ തന്നെ
ത്രിഫ്റ്റിയും എൻ്റെ ആൻറ്റോണിമ വരും. എക്സ്ട്രാവഗൻറ്റിൻ്റെ ഓപ്പോസിറ്റായി വരുന്നതാണ് ഫ്രൂഗൽ. അതുപോലെ ത്രിഫ്റ്റി, ഫ്രൂഗലും ത്രിഫ്റ്റിയും, ഫ്രൂഗലും ത്രിഫ്റ്റിയും. അടുത്തത് ഡാഷ് പണിഷ്മെൻറ്റ് ഈസ് ബാൻഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡാഷ് പണിഷ്മെൻറ്റ് ഈസ് ബാൻഡ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണിഷ്മെൻറ്റ് ബാൻ ചെയ്തേക്കുകയാണ്. അതിൻ്റെ ഡാഷ് ഏതാണ് അവിടെ വരിക? എന്ത് തരം പണിഷ്മെൻ്റ് ആണ്? ആൻസർ കോർപ്പറൽ, CORPORAL, കോർപ്പറൽ പണിഷ്മെൻറ്റ്. അടുത്തത് മീനിങ് ഓഫ് ദി ഫ്രേസ് സിനി ഡൈ ഈസ്. സിനി ഡൈയുടെ മീനിങ് എന്താണ്? ആൻസർ ഇൻഡെഫിനിറ്റ്ലി. സിനി ഡൈ ഇൻഡെഫിനിറ്റ്ലി. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓർ പ്ലൂറൽസ് ഓഫ് അക്വേറിയം. പ്ലൂറൽ എന്താ? അക്വേറിയത്തിൻ്റെ പ്ലൂറൽ എന്താണ്? അക്വേറിയ. അക്വേറിയ. ഐ ക്യാൻ ഓൾവേസ് ഡാഷ് മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ്. അല്ലേ? എനിക്കെപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ഒരു ക്രൈസിസ് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവിടുത്തെ. കൗണ്ട് ഡൗൺ ആണോ കോൾ ഔട്ട് ആണോ എന്നുള്ള നമ്മുടെ ഫ്രേസിൽ വെർബ് അവിടെ ചേർക്കുക എന്നുള്ളതാണ്. അല്ലേ? കൗണ്ട് ഡൗൺ. ഐ ക്യാൻ ഓൾവേസ് കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് ഇൻ എ ക്രൈസിസ്. ദ വേർഡ് ഗ്രീൻ ഹൗസ് ഈസ് എ ഡാഷ് വേർഡ്. ഗ്രീൻ ഹൗസ് എന്നുള്ളത് എന്ത് തരം വേർഡാണ്? സിമ്പിളാണോ, പ്രൊഡക്റ്റീവ് ആണോ, കോംപ്ലക്സ് വേർഡാണോ, കോമ്പൗണ്ട് വേർഡാണോ? ആൻസർ ഒരു കോമ്പൗണ്ട് വേർഡാണ് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് ഒരു കോമ്പൗണ്ട് വേർഡ് ആകുന്നു. ഗ്രീൻ ഹൗസ് കോമ്പൗണ്ട് വേർഡ്. നെക്സ്റ്റ് വൺ മലയാളം ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഇവിടെ ആൻസർ യൗവനം എന്നുള്ള ഈ ഓപ്ഷൻ എ ആണ് ശരി. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തതാണ് ശരിയായ വാക്യം. അതായത് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓക്കെ. ബാക്കിയുള്ളവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുണ്ട്. പതിയാറുണ്ട് അല്ലേ? വിദ്യാർത്ഥികളിലും എന്നുണ്ട്. ഇവിടെ ഓരോ വിദ്യാർത്ഥിയിലും. നെക്സ്റ്റ്, ബി ടയർഡ് വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം പ്രേഷിതാവ്. അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. ഇരുട്ടെന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം. അല്ലെ? ബിയും സിയും അല്ലേ? ഏതെല്ലാം നമുക്ക് ആലോചിച്ചാൽ മതി. ബാക്കി നമുക്ക് എളുപ്പം അല്ലേ? ഇതിൽ നിടിലമാണ് അല്ലാത്തത് അല്ലേ? ധ്വാന്തം, ഇരുട്ട്. ഓക്കെ. ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. ധീരൻ്റെ വിപരീത പദം. ധീരൻ അല്ലേ? ഭീരു. ശരിയല്ലേ? ഭീരു. ഭീരു. തത്വം എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ആൻസർ അല്ലേ? തത്വം. തത് പ്ലസ് വം. അങ്ങനെയാണോ? ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യട്ടോ. അത് ആൻസർ ഇല്ല. കവി എന്ന നാമരൂപത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സ്ത്രീലിംഗം എഴുതുക. ആൻസർ കവയിത്രി. ഹിന്ദി ആൻസർ ചെയ്തേ. ഹിന്ദി. സോറി. നെക്സ്റ്റ് വൺ. ഹിന്ദി എഴുതി പഠിക്കാൻ. അടുത്തത് വിഗ്രഹാർത്ഥം എഴുതുക. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ എങ്ങനെ വിഗ്രഹിച്ചെഴുതാൻ പറ്റും? കല്യാണത്തിനുള്ള പന്തൽ അല്ലേ? കല്യാണത്തിനുള്ള പന്തലാണ്. അടുത്തത് ചിഹ്നങ്ങൾ ചേർത്ത്. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ചിഹ്നങ്ങൾ ചേർക്കാൻ നമുക്ക് കുത്തിയിരുന്ന് ആലോചിച്ചാൽ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. ഡി ആണ് കേട്ടോ. അതായത് പ്രതിഭാശാലിയും കവിരാനുരീതവുമായ സ്ത്രീ കാവാലെന്ന് സ്റ്റോപ്പ് ഇട്ടു അല്ലേ? ബാക്കി ഇവിടെയൊക്കെ കോമയുണ്ട് അല്ലേ? അത് നമുക്ക് വേണ്ടെന്നറിയാം. കാരണം നമ്മൾ എന്ത് ചെയ്തതിനെ ഈ കവിക്ക് വേണമെങ്കിൽ കവിയും അവിടെ വേണ്ട. കവി കോമ നാടകത്തൊന്നും വേണേൽ ആക്കായിരുന്നു അല്ലേ? യും വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? എല്ലാത്തിനും യുമുണ്ട്. അപ്പോൾ യും വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമയുടെ ആവശ്യമില്ല. കവി കോമ നാടകത്തൊന്നും വേണേൽ എഴുതാം. യും വന്നാൽ പിന്നെ കോമയുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണിത് ശരിയായി വന്നത്. ശരിയല്ലേ? അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കാം. കൺഫർമേഷൻ വന്നെങ്കിൽ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക അല്ലേ? 7, 8, 9 8 എണ്ണത്തോളം ഉണ്ട്. അപ്പോൾ അതിനകത്ത്
പ്രിലിംസിന് പോലീസ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് പോലുള്ള ഉണ്ട്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് വേണം പഠനം ക്രമീകരിക്കാൻ. പ്രിലിംസിന് വേണ്ടി റെഡിയാവാം. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഹിന്ദി പ്രിലിംസിന്, ഹിന്ദി അല്ലല്ലോ, ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമുക്ക് റെഡിയാവാം. ഓക്കെ, താങ്ക് യു.